Hi everybody, thank you for clicking my channel. My name is Krishna Kumar and this is the second video from the 21 videos for the challenging 10th standard students. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ കഴിഞ്ഞ വീഡിയോയിലൂടെ അപ്രീസിയേഷൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ബോബ് ഡീലന്റെ ഒരു ഫേമസ് സോങ്ങിനെ ബേസ് ചെയ്തായിരുന്നു അന്ന് അപ്രീസിയേഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ജസ്റ്റ് ഓവറലി ഞാനത് അപ്രീസിയേഷൻ തയ്യാറാക്കിയത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും അത് എഴുതിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ബോബ് ഡീലന്റെ ബ്ലോവിങ് ഇൻ ദ വിൻഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് 4 പോയംസ് ആണ്. അപ്പം മൊത്തത്തിൽ 5 പോയംസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ലളിതമായ രീതിയിൽ സിമ്പിൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ഇംഗ്ലീഷിലാണ് വീഡിയോസ് എല്ലാം ഇത് അപ്രീസിയേഷൻ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും പഠിക്കട്ടെ. അർഹിക്കുന്നവർ, താല്പര്യമുള്ളവർ എല്ലാവരും നല്ല മാർക്ക് മേടിച്ച് വിജയിക്കട്ടെ. നമുക്കിത് 5 മാർക്ക് ഉറപ്പായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, പഠിക്കുക. എങ്കിൽ തന്നെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Blowin' in the Wind. Blowin' in the Wind is a haunting song written by the famous American singer, songwriter, artist and writer Bob Dylan. ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഗാനം, അതും ഹോണ്ടിങ് സോങ്, മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ഈ ഗാനം എഴുതിയത് പ്രശസ്തനായ അമേരിക്കൻ സിംഗർ, അമേരിക്കൻ പാട്ടുകാരൻ, അതേപോലെ തന്നെ സോങ് റൈറ്റർ, പാട്ടെഴുത്തുകാരൻ, ആർട്ടിസ്റ്റ്, കലാകാരൻ ആൻഡ് റൈറ്റർ ബോബ് ഡീലൻ, എഴുത്തുകാരൻ കൂടിയായ ബോബ് ഡീലനാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. This song became an anthem for the African American Civil Rights Movement 1954 to 68. 1954 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിരുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ ആന്തമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഒരു ഗാനം കൂടിയാണ് ബോബ് ഡീലന്റെ ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന ഈ ഗാനം. It's a song of protest that invokes the spirit of the oppressed to wake up and assert their will and dignity against the age-old oppression. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോങ് ഓഫ് പ്രൊട്ടസ്റ്റ്. ഇത് യഥാർത്ഥത്തിൽ പ്രതിഷേധം എന്ന നിലയിലുള്ള ഒരു ഗാനമാണ്. ദാറ്റ് ഇൻവോക്സ് ദ സ്പിരിറ്റ് ഓഫ് ദ ഒപ്രസ്ഡ്. അത് അടിച്ചമർത്തപ്പെട്ടവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ ആ ആത്മവീര്യം ഉയർത്തുന്നതിന് വേണ്ടി, പ്രചോദനം നൽകുന്നതിന് വേണ്ടി പര്യാപ്തമായ ഒരു സോങ് ആണ്. എന്തിനു വേണ്ടി? ടു വേക്ക് അപ്പ് ആൻഡ് അസേർട്ട് ദെയർ വിൽ ആൻഡ് ഡിഗ്നിറ്റി അഗെയിൻസ്റ്റ് ദ ഏജ് ഓൾഡ് ഒപ്രഷൻ. ഈ കാലപ്പഴക്കം ചെന്ന ഈ ഒരു ഏജ് ഓൾഡ് ഒപ്രഷൻ, അടിച്ചമർത്തലിനെ എതിരെ നിൽക്കുവാൻ പ്രചോദനമായ ഒരു ഗാനമാണ് ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന ബോബ് ഡീലന്റെ ഈ ഗാനം. എന്നിരുന്നാലും ത്രൂ എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഒരു ചോദ്യങ്ങളെ ഒരു പരമ്പരയിലൂടെ, ആൻഡ് ദിയർ ആൻസർ റിക്കേഴ്സ് ലൈക്ക് എ റിഫ്രെയിൻ, ഒരു റിഫ്രെയിൻ ആയി കൊടുത്തിരിക്കുന്ന ആൻസർ എന്നത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഫ്രേസ് ആയിട്ടാണ് ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് കൊടുക്കുന്നത്. അപ്പം അത് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ഓരോ വരികളിൽ നിന്ന് നിഴലിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒറ്റ ഉത്തരമായിട്ടാണ് ഈ ഒരു ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിഫ്രെയിൻ, പൊയറ്റിക് ഡിവൈസ് ആയ റിഫ്രെയിൻ ആണ് ഇതിനകത്ത്. അപ്പം എനിവേ, ത്രൂ എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദിയർ ആൻസർ വിച്ച് റിക്കേഴ്സ് ലൈക്ക് എ റിഫ്രെയിൻ, ദ സിംഗർ ക്രിയേറ്റ്സ് ആൻ ഇൻസ്പയറിംഗ് മൂഡ്. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രചോദനം, നമ്മളെല്ലാവരിലും ഇത് ഒരു പ്രചോദനമായി നിൽക്കുന്നു ഈ ഗാനം. The only answer for all these questions is blowin' in the wind. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആൻസർ ബ്ലോവിൻ ഇൻ ദ വിൻഡ് ആണ്. അതായത് ഇതെല്ലാം കാറ്റ് പറഞ്ഞ് നടപ്പുണ്ട്. ബ്ലോവിൻ ഇൻ ദ വിൻഡ്, കാറ്റ് പറഞ്ഞ് നടപ്പുണ്ട്. The poet has used several visual images like roads, white dog, cannon balls, etc. and auditory images like blowing in the wind, hearing people cry, etc. to make this poem an attractive one. ഇവിടെ കവി ഒരുപാട് വിഷ്വൽ ഇമേജസ്, നമുക്കത് പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓബ്ജക്റ്റുകളാണ് റോഡ്, വൈറ്റ് ഡോഗ്, കാനൺ ബോൾസ്. അതേപോലെ തന്നെ ഓഡിറ്ററി ഇമേജസ്, നമ്മുടെ അതിൻ്റെ ഒരു ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് വരുന്ന, അതാണ് ഓഡിറ്ററി ഇമേജസ് ലൈക്ക് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. അപ്പോൾ ആ കാറ്റ് പറഞ്ഞ് കാറ്റിൻ്റെ കാറ്റ് വീശി ഇങ്ങനെ മൂളി ഇരുമ്മി നമ്മുടെ ചെവികളിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റ് പറഞ്ഞ് നടപ്പുണ്ട് ഇതെല്ലാം എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന ആ ബ്ലോവിൻ ഇൻ ദ വിൻഡ് ഇവിടെ ഒരു ഓഡിറ്ററി ഇമേജ് ആണ്. പിന്നെ ഹിയറിംഗ് പീപ്പിൾ ക്രൈ,
ജനങ്ങളുടെ നിലവിളി, അതൊക്കെ നമ്മുടെ ഒരു ഓഡിറ്ററി ഇമേജ് ടു മേക്ക് ദിസ് പോയം ആൻ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഓഡിറ്ററി ഇമേജസ്, ഈ പറയുന്ന റിഫ്രെയിൻ, അതേപോലെ തന്നെ വിഷ്വൽ ഇമേജസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ഗാനത്തിന് യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു റിതം നൽകിക്കൊണ്ട്, ഗാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഗാനത്തിന് സൗന്ദര്യം നൽകുവാൻ പര്യാപ്തമായ ഏറെക്കുറെ പൊയറ്റിക് ഡിവൈസസും ബോബ് ഡീലൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലോവിൻ ഇൻ ദ വിൻഡ് വാസ് അക്കോർഡിംഗ് ടു ക്രിട്ടിക് ആൻറ്റീഗിൾ. ആൻറ്റീഗിൾ എന്ന് പറയുന്ന പ്രശസ്തനായ നിരൂപകന്റെ അഭിപ്രായത്തിൽ ഈ ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഈ സോങ് എന്ന് പറയുന്നത്, the song which Dylan's name is most inextricably linked and safeguarded his reputation as a civil liberation through any number of changes in style and attitude. അപ്പോൾ ഈ ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് ക്രിട്ടിക് ആയ ആൻറ്റീഗിളിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സോങ് വിച്ച് ഡീലൻസ് നെയിം ഇസ് മോസ്റ്റ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ്, ആ പാട്ടാണ് യഥാർത്ഥത്തിൽ ബോബ് ഡീലന്റെ പേര് അഭേദ്യമാം വിധം ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് സോങ്ങുകളിൽ തന്നെ ഏറ്റവും മികച്ചത്. അത് ആ കവിതയുടെ അല്ലെങ്കിൽ ആ പാട്ടിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് അത്തരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിന്റെ പ്രശസ്തി ആസ് എ സിവിൽ ലിബറേഷൻ ത്രൂ എനി നമ്പർ ഓഫ് ചേഞ്ചസ് ഇൻ സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അത് മനോഭാവത്തിലായാലും ചേഞ്ചസിലായാലും എല്ലാം തന്നെ ഈ ഗാനം അദ്ദേഹത്തിനെ വളരെയധികം ശ്രദ്ധേയമാക്കി എന്നതുകൂടിയാണ് യാഥാർത്ഥ്യം എന്നാണ് ആൻറ്റീഗിലൂടെ പറഞ്ഞിരിക്കുന്നത്. Lines written in Early Spring is a poem written by the famous nature poet William Wordsworth. വളരെ പ്രശസ്തനായ നേച്ചർ പോയറ്റായ വില്യം വേർഡ്സ്വർത്തിന്റെ പോയമാണ് ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഹി became a poet laureate in 1843. അദ്ദേഹം 1843 മഹാകവി എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. Through this poem, the poet conveys the idea that man should understand that he is part of nature to be happy. ഹാപ്പി ആയിരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ഹാപ്പി ആയിത്തീരും എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. This poem was written during the time of French Revolution and the rule of terror up to that. യഥാർത്ഥത്തിൽ ഈ ഒരു കവിത നമ്മുടെ വേർഡ്സ്വർത്ത് രചിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ ഒരു ക്രൂരതകളും അതിനുശേഷം നടന്ന അതിഭീകരതകളും എല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു ശരിക്കും ഷോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് റിയലി ഷോക്ക്ഡ് ദ പോയറ്റ്. That might be one of the reasons why he penned the lines, "And much it grieved my heart to think what man has made of man." ഈ വരികൾ, അതായത് "And much it grieved my heart to think what man has made of man" എന്ന വരികൾ എഴുതാനുള്ള പ്രധാന കാരണം ഗ്രീവ്, അതായത് വളരെയധികം ഒരു രോദനം, നിലവിളി, ആ ഒരു വേർഡ് ഒക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തത് എന്താണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് കാണിക്കുന്നത്, മനുഷ്യൻ പ്രകൃതിയോട് എന്താണ് കാട്ടുന്നത്, ഇതൊക്കെ ഒരുപക്ഷെ അദ്ദേഹം റിയലി ഷോക്ക്ഡ് ആണ്. ഇതൊക്കെ ഇപ്പൊ ആ ഒരു സമയത്ത് ഫ്രഞ്ച് വിപ്ലവ സമയത്തായിരുന്നുകൊണ്ടാവാം. The poet has used several poetic devices like personification, imagery, alliteration and rhyme scheme in this poem to add beauty and rhythm. ഈ ഗാനത്തിന് ബ്യൂട്ടിയും ഋതവും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി, മനോഹാരിതയും അതുകൊണ്ട് തന്നെ താളവും ഒക്കെ നൽകുന്നതിന് വേണ്ടി പോയിട്ട് ഒരുപാട് പൊയറ്റിക് ഡിവൈസസ്, അതായത് പെർസോണിഫിക്കേഷൻ പോലെയുള്ള, ഇമേജറി പോലെയുള്ള, അലിറ്ററേഷൻ പോലെയുള്ള, അതേപോലെ തന്നെ റൈമിംഗ് സ്കീമുകളൊക്കെ തന്നെ നൽകി ഈ പോയത്തിനെ വളരെ ആകർഷണീയമാക്കി. ദ റൈമിംഗ് സ്കീം യൂസ്ഡ് ഇൻ ദിസ് പോയം ഈസ് ABAB. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കവിതയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABAB ആണ്. അലിറ്ററേഷൻ ലൈക്ക് "What man has made of man", അതായത് അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ കൺസോണൻസിന്റെ റെപ്പറ്റീഷൻ ആണ്. അതും പോയത്തിന് അല്ലെങ്കിൽ കവിതയ്ക്ക് ഭംഗി നൽകുന്നതിന് വേണ്ടി കവികൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു അലിറ്ററേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Man disrupted the harmony of nature as well as his fellow beings with his greed and selfishness. മനുഷ്യൻ പ്രകൃതിയെയും അതുകൊണ്ട് തന്നെ മനുഷ്യനെ തന്നെയും ഒക്കെ അവന്റെ ആർത്തി, അല്ലെങ്കിൽ പണത്തിനോടായാലും മറ്റ് പദവികളോടായാലും അതല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയാലും പ്രകൃതിയോടും മനുഷ്യനോടും തന്നെ വളരെ ക്രൂരത കാട്ടുന്നതും അദ്ദേഹം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. The poet hopes that every person can enjoy their life like a flower if he comes close to nature. ഏതൊരു മനുഷ്യനും ജീവിതം ആസ്വദിക്കാം ഒരു പൂവിനെ പോലെ, ഒരു പുഷ്പത്തെ പോലെ. എങ്ങനെയാണെങ്കിൽ ഇഫ് ഹി കംസ് ക്ലോസ് ടു നേച്ചർ, അവൻ പ്രകൃതിയോട് അടുക്കുകയാണെങ്കിൽ. അപ്പം മനുഷ്യനും പ്രകൃതിയും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ട് വിഭിന്നമല്ല, അത് പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. മനുഷ്യൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയോട് അടുക്കുമ്പോൾ ഉറപ്പായിട്ടും
ഒരു മനുഷ്യന് ഈ ജീവിതം എൻജോയ് ചെയ്യാൻ കഴിയും എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്, നേച്ചർ പോയറ്റായ വേർഡ്സ്വർത്ത്. ഓക്കെ, അടുത്ത് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൻ. അപ്പം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൻ ഇസ് എ പോയം റിട്ടൺ ബൈ ദ ഫേമസ് ഐറിഷ് പോയറ്റ് W.B. ഈറ്റ്സ്. W.B. ഈറ്റ്സ് എന്ന പ്രശസ്തനായ ഐറിഷ് പോയറ്റിന്റെ തൂലികയിൽ രചിക്കപ്പെട്ട കവിതയാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൻ. He was awarded the Nobel Prize in Literature for his inspired poetry in 1923. 1923 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ കവിതയാണ്, കവിതാ സമാഹാരമാണ് ഇൻസ്പയർഡ് പോയട്രി എന്ന് പറയുന്നത്. ത്രൂ ദിസ് പോയം, ഈ ഒരു കവിതയിലൂടെ ഹി കൺവൈസ് ദ മെസ്സേജ് ദാറ്റ്, അദ്ദേഹം ഇവിടെ കൺവേ ചെയ്യുന്ന, നമ്മളെ വിളിച്ചോതുന്ന അല്ലെ അറിയിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഗോഡ് ഈസ് മെർസി, പിറ്റി ആൻഡ് ലവ്. ദൈവം എന്ന് പറയുന്നത് ദയയാണ്, കാരുണ്യമാണ്, സ്നേഹമാണ് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. God helps an old, weary and devoted priest to fulfill his duties through God's mysterious ways. ഇവിടെ ഒരു നിസ്വാർത്ഥ സേവനം നടത്തുന്ന പീറ്റർ ഗില്ലീഗൻ എന്ന ഫാദർ, അതും വളരെ പ്രായം ചെന്ന മനുഷ്യൻ, അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യന് ദൈവം തൻ്റെ നിഗൂഢമായ സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ നിഗൂഢമായ സഹായം കൊണ്ട് പീറ്റർ ഗില്ലിഗനെ സഹായിക്കുന്ന കാര്യം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. The poet has used several poetic devices like alliteration, metaphor, simile and imagery to add beauty to the poem. അതുകൊണ്ട് ഇവിടെ W.B. ഈറ്റ്സ് ഈ കവിതയ്ക്ക് ഭംഗി കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള poetic devices, അതായത് alliteration, metaphor, simile and imagery, എന്തിനു വേണ്ടിയാണ് ദേവിയെല്ലാം ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്? to add beauty to the poem, പോയത്തിന് കൂടുതൽ മനോഹാരിത, സൗന്ദര്യം നൽകുന്നതിന്. The rhyme scheme he used in this poem is ABCB. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൈം സ്കീം എന്ന് പറയുന്നത് ABCB എന്നതാണ്. The poem is about a priest named Peter Gilligan who rendered selfless service to the poor and needy in his parish. In his parish, തൻ്റെ ഇടവകയിലെ എല്ലാ ആളുകൾക്കും പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന റെൻഡേർഡ് സെൽഫ്ലെസ് സർവീസ്, അദ്ദേഹം പ്രദാനം ചെയ്യുന്ന നിസ്വാർത്ഥ സേവനവും, അതുകൊണ്ട് തന്നെ അത് ആർക്കാണ്? പുവർ ആൻഡ് നീഡി, ആവശ്യക്കാരന് അല്ലെങ്കിൽ പാവപ്പെട്ടവന് അദ്ദേഹം നൽകുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ കാര്യം കൂടിയാണ് ഇത് വിശദമാക്കുന്നത്. One day he could not attend one sick man's last moment. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഇടവകയിൽ ഒരുപാട് ആളുകൾ ഒരു മഹാമാരി കാരണം പ്രശ്നം അനുഭവിക്കുമ്പോൾ പലരും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി പീറ്റർ ഗില്ലിഗൻ എല്ലാവരുടെയും അടുത്ത് എത്തുക. അവിടെ അദ്ദേഹം പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും നോക്കാതെ അങ്ങനെ വളരെ കർമ്മനിരതനായ ഒരു മനുഷ്യനാണ് പീറ്റർ ഗില്ലിഗൻ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഈ വളരെ ടയേർഡായിട്ട് വന്ന് കസേരയിൽ ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണ്. അപ്പം അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മറ്റൊരു പാവപ്പെട്ട മനുഷ്യന്റെ ലാസ്റ്റ് കമ്മ്യൂണിയനിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നു. അദ്ദേഹം ഉണർന്നപ്പോൾ ആണ് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ഡേ when he realized the fact that he failed to do his duty, he rode on his horse to the sick man's house, where his wife told the priest that her husband had already died, and she asked him why he came again. എന്തുകൊണ്ട് വീണ്ടും? അപ്പം ഇത് തൊട്ടടുത്ത ദിവസം അദ്ദേഹം പെട്ടെന്ന് ഉണർന്ന സമയത്ത് മനസ്സിലായി, ആ പാമ്പുടിച്ചതിൻ്റെ അടുത്ത് പോയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറി ആ സിക്മാൻ്റെ വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടിൽ നിന്ന് ആ സിക്മാൻ്റെ വൈഫ് ഇറങ്ങി പുറത്തേക്ക് വരികയും ഫാദറിനോട് പറഞ്ഞു അദ്ദേഹം മരിച്ചു. അപ്പം പക്ഷെ എന്തിനാണ് ഫാദർ പിന്നെയും വന്നത്? കഴിഞ്ഞ ദിവസവും ആ മരിച്ച സമയത്തോടെ ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് ആ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ ഒരു അത്ഭുതകരമായ സംഭവം പീറ്റർ ഗില്ലിഗന് മനസ്സിലാകുന്നത്. അതായത് ഫ്രം ഹർ ക്വസ്റ്റ്യൻ ഫാദർ അണ്ടർസ്റ്റുഡ്, എന്തുകൊണ്ട് വീണ്ടും വന്നു എന്ന ആ ചോദ്യത്തിലൂടെ ആ അച്ഛന് മനസ്സിലായത് that in his absence God had sent an angel down to perform his religious duty and saved him from damnation. അപ്പം യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്താലും നമുക്കൊരു 100 ഗുണം ചെയ്താലും ഏതെങ്കിലും ഒരു തെറ്റുകാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരുദോഷമാകും എന്നതാണ് അതൊരു ജനറൽ ഒരു പൊതുവെയുള്ളൊരു
ട്രൂത്ത് ആണ്, ഇത് സത്യമാണ്. അപ്പം ഫ്രം ഹെർ അവളുടെ ആ ചോദ്യത്തിൽ നിന്ന് അവൾക്ക് അച്ഛന് മനസ്സിലായി ദൈവം തൻ്റെ രൂപത്തിൽ അവിടെ വന്നിരുന്നു, ലാസ്റ്റ് കമ്മ്യൂണിയനൊക്കെ നടത്തിയിട്ട് പോയിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം അവൻ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഫാദറിന്, അതായത് ആൻഡ് സേവ്ഡ് ഹിം ഫ്രം ഡാമിനേഷൻ എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കൽ, ഇത്രയും വയ്യാത്ത കടന്നിട്ട് പോലും എത്തിച്ചേർന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ പഴി പറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ എത്തി എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് കേട്ടിട്ട് ഫാദർ അത്ഭുതപ്പെടുകയാണ്. Thus the poet conveys the message that God is mercy, pity and love. അങ്ങനെ നമ്മുടെ പോയിറ്റ് നമ്മളെ അറിയിക്കുകയാണ്, ദൈവം എന്ന് പറഞ്ഞാൽ അത് ഗോഡ് ഈസ് മേഴ്സി, ദയാണ്, പിറ്റി കാരുണ്യമാണ്, ലവ് സ്നേഹമാണ്. The poem Poetry is written by the famous Chilean poet, diplomat and politician Pablo Neruda, who won the Nobel Prize for Literature in 1971. പോയട്രി എന്ന മനോഹരമായ ഈ ഗാനം ഇവിടെ എഴുതിയിരിക്കുന്നത് പാബ്ലോ നെരൂദ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചിലിയൻ പോയറ്റ്, അതുപോലെ തന്നെ അദ്ദേഹം ഡിപ്ലോമാറ്റാണ്, നയതന്ത്രജ്ഞനാണ്, ആൻറ്റി പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അദ്ദേഹം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 1971 സ്വീകരിക്കപ്പെട്ടയാളാണ്. The poem is about the inner fire, the fire of poetic inspiration as felt by the poet. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പൊയറ്റിക് ഇൻസ്പിരേഷൻ ഉള്ളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കവിതകൾ എഴുതുവാനുള്ള പ്രചോദനം, അത് പേപ്പറിലേക്ക് കുത്തിക്കുറിച്ച് കവിതകളാക്കി അല്ലെങ്കിൽ കവിതയാക്കി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇൻസ്പിരേഷൻ, അദ്ദേഹം ഇൻറ്റ്യൂഷൻ പോലെ, ഒരു വെളിപാട് പോലെ തൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. The poet shares his passion of writing poetry and his experience of being embraced by creativity. ഇവിടെ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാഷൻ ഓഫ് റൈറ്റിംഗ്, എഴുതാനുള്ള ആ ഒരു റൈറ്റിംഗ് പോയിട്രി, കവിതകൾ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, ഇഷ്ടം, ആ ഒരു പാഷൻ ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ബീങ് എംബ്രേസ്ഡ് ബൈ ക്രിയേറ്റിവിറ്റി, അതിന് തന്നെ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ആലിംഗനം ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്രിയേറ്റിവിറ്റി നൽകി. ഇത്തരത്തിലുള്ള കവിതകൾ ഇത്തരം പോയട്രികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടാലൻറ്റ് ദൈവം നൽകിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഇവിടെ ഷെയർ ചെയ്യുകയാണ് അദ്ദേഹം. ഹി ഫീൽസ് ദ അർജ് ടു റൈറ്റ്, അദ്ദേഹം ഭയങ്കരമായിട്ട് എഴുതണം, ആ ഒരു അർജ്, ഒരു ഭയങ്കരമായ ആഗ്രഹം, തീവ്രമായ അഭിലാഷം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു. ഇൻ ദിസ് ഇൻസ്പയർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഹിസ് ഇമാജിനേഷൻ സോഴ്സ് ഹൈ. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഫീൽ വരുന്ന സമയത്ത്, ഇൻ ദിസ് ഇൻസ്പയർഡ് സ്റ്റേറ്റ്, ആ പ്രചോദനമായി വന്ന് നിൽക്കുന്ന ആ സമയത്ത് ഓഫ് മൈൻഡ് ഹിസ് ഇമാജിനേഷൻ സോഴ്സ് ഹൈ, അവിടെ പിന്നെ അതിർവരമ്പുകളില്ലാത്ത രീതിയിൽ തൻ്റെ ഇമാജിനേഷൻ ഇങ്ങനെ വരികയാണ്. Some of the expressions used by the poet to show the inspired moments, അദ്ദേഹം അതിന്, അതായത് തൻ്റെ ആ ഇൻസ്പയർഡ് മൊമെന്റ്സ്, ഒരു പർട്ടിക്കുലർ ടൈമിൽ അദ്ദേഹം വളരെ ഇൻസ്പയർഡ് ആയിരിക്കും, ആ സമയത്ത് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചില എക്സ്പ്രഷൻസ്, ഈ പറയാൻ പോകുന്ന എക്സ്പ്രഷൻസിലൂടെ അവിടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, പോയട്രി എന്നെയും തേടി വന്നു. അപ്പം ഒരു ജീവൻ കൊടുത്തിരിക്കുക, പോയട്രി എന്ന് പറയുന്ന സംഭവം അവരെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. Summoned from the branches of night, ഡെസിഫറിങ് ദറ്റ് ഫയർ എക്സെട്ര. അപ്പം ഈ പറയുന്ന ഡെസിഫറിങ് ദാറ്റ്, അല്ലെങ്കിൽ സമ്മൺഡ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, അപ്പം പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, ഇത്തരത്തിലുള്ള മൊമെന്റ്സുകൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പാഷൻ, അല്ലെ അങ്ങനെ ഒരു ഇൻസ്പിരേഷൻ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ദ പോയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ വേർഡ്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എൻഡ് റൈംസ്. അത് മാത്രമല്ല ഇതൊരു ഫ്രീ വേർഡ്സിനുള്ള ഉത്തമ ഉദാഹരണം കൂടി. ഫ്രീ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏത് കവിത എഴുതുമ്പോഴും നേരത്തെ ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കവിത ഛന്ദോബദ്ധമായിരിക്കണം, അല്ലെങ്കിൽ താളനിബദ്ധമായിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ടൈമാണ്. അപ്പം ഇതൊന്നും ഉപയോഗിക്കാതെ വളരെ ഫ്രീ വേർഡ്സിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണിത്. അപ്പം the poet has made use of instances of alliteration to give a rhythm to the poem. ഈ കവിതയ്ക്ക് താളം നൽകാൻ വേണ്ടി അദ്ദേഹം ഒരു അലിറ്ററേഷൻ കൂടി, poetic device ആയ അലിറ്ററേഷൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. The figure of speech personification is used in the expression poetry arrived in search of me. അപ്പോൾ പെർസോണിഫിക്കേഷൻ ആയിട്ട് മറ്റേ poetic device അല്ല, പെർസോണിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പോയട്രി ഒരു ജീവനുള്ള ഒരു സംഭവം ആക്കിയിട്ട് അത് എന്നെയും തേടി വരുന്നു എന്ന് കൊടുത്തിരിക്കുന്ന ആ വരി, poetry arrived in search of me, അതിലൂടെ അദ്ദേഹം പെർസോണിഫിക്കേഷൻ എന്ന poetic device യൂസ് ചെയ്തിരിക്കുക. The poet perceives the beautiful and mysterious things in nature and shows
how they slowly unfold before him. പോയറ്റ് ഇവിടെ അപഗ്രഥിക്കുന്നത് ആ ബ്യൂട്ടിഫുൾ ആൻഡ് മിസ്റ്റീരിയസ് തിങ്സ് ഇൻ നേച്ചർ. നേച്ചറിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ നിഗൂഢമായ സൗന്ദര്യം. ആൻഡ് ഷോസ് ഹൗ ദേ സ്ലോലി അൺഫോൾഡ് ബിഫോർ ഹിം. ആ ഒരു സംഭവം പതിയെ പതിയെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അതിന്റെ വാതായനങ്ങൾ തുറന്നിരുന്നത് എങ്ങനെയെന്ന് കൂടിയാണ് അദ്ദേഹം കാട്ടിത്തരുന്നത്. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ത്രൂ ഹിസ് റൈറ്റിംഗ് ഹി ക്യാൻ ഡിസ്കവർ ദ മിസ്റ്റീരിയസ് ഓഫ് ലൈഫ് ആൻഡ് ഹിസ് ഐഡന്റിറ്റി. ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഇത്തരം കവിതകളിലൂടെ അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുന്ന കവിതകളിലൂടെ അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം, ദ മിസ്റ്റീരിയസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ നിഗൂഢതകൾ, ആൻഡ് ഹിസ് ഐഡന്റിറ്റി, അതിലൂടെ അദ്ദേഹം തിരിച്ചറിയപ്പെടുന്നു എല്ലാവരും. ഈ ഒരു കവിതയാണ് അതിന് കാരണമായത്. മദർ ടു സൺ. Mother to Son is a poem written by the famous American poet, social activist, novelist and playwright Langston Hughes. മദർ ടു സൺ എന്ന് പറയുന്ന ഈ കവിത എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ അമേരിക്കൻ പോയിറ്റ്, അതുകൊണ്ട് തന്നെ സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ, നോവലിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റ്, അതുകൊണ്ട് നാടകകൃത്ത് ഒക്കെയായ ലങ്സ്റ്റൺ ഹ്യൂഗ്സ് എഴുതിയ പോയമാണ്. ദ പോയം ഈസ് സ്ട്രക്ചേർഡ് ഇൻ ദ ഫോം ഓഫ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ മദർ ടു സൺ. യഥാർത്ഥത്തിൽ ഇതിവിടെ കവിതയിൽ ഒരു ഘടന നൽകിയിരിക്കുന്നത് പറഞ്ഞാൽ ഒരു അമ്മ മകനുമായി നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. ദ മദർ വിത്ത് ഹും ലൈഫ് ഹാസ് നോട്ട് ബീൻ കൈൻഡ്. മദർ ഇവിടെ ഈ അമ്മയെന്ന് പറയുന്നത് അമ്മ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ സവിശേഷത എല്ലാ വളരെയധികം ദുരിതങ്ങളും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഒക്കെയാണ് ഈ അമ്മ കടന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് ആ മകനെ റിമൈൻഡ്സ് ഹെർ സൺ, ഓർമ്മപ്പെടുത്തുകയാണ്. നോട്ട് ടു ടേൺ ഹിസ് ബാക്ക് ഓൺ ലൈഫ് ദാറ്റ് അവേറ്റ്സ് ഹിം. ഒരിക്കലും മകനെ ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതവും വളരെ സന്തോഷകരവും അതല്ലേ സന്തോഷം മാത്രമുള്ളതെന്നല്ല, ഒരുപാട് പ്രതിസന്ധികൾ നിനക്ക് നേരിടേണ്ടി വരും. യു ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് ക്രൈസിസ് ബിക്കോസ് ലൈഫ് ഈസ് നോട്ട് ആസ് യു തിങ്ക്. നീ ചിന്തിക്കുന്ന പോലൊന്നുമല്ല ലൈഫ് എന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ദ മദർ വിത്ത് ഹും ലൈഫ് ഹാസ് നോട്ട് ബീൻ കൈൻഡ് റിമൈൻഡ്സ് ഹിസ് സൺ നോട്ട് ടു ടേൺ ഹിസ് ബാക്ക് ഓൺ ലൈഫ് ദാറ്റ് അവേറ്റ്സ് ഹിം. തന്നെ കാത്തിരിക്കുന്ന ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കാത്തിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരിക്കലും അതെല്ലാം വളരെ സിമ്പിൾ ആണെന്ന് ചിന്തിക്കരുത്. അതുതന്നെ ഇത്തരത്തിൽ വളരെയധികം ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നിടാം. പക്ഷെ ഒരിക്കലും നീ നോട്ട് ടു ടേൺ ഹിസ് ബാക്ക് ഓൺ ലൈഫ്, ജീവിതത്തിന്റെ ആ ഒരു ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പാതകളിൽ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്. അതായത് ഈ പറയപ്പെടുന്ന എല്ലാം ദുരിതങ്ങളും ക്രൂരതകളും മറ്റു പ്രശ്നങ്ങളും കാണുമ്പോൾ the poet wishes to impart the message that one has to display sturdy persistence to go up the stairway of life. അതുകൊണ്ട് തന്നെ കവി ഇവിടെ ആഗ്രഹിക്കുന്നത് to impart the message that one has to display steady persistence to go up the stairway of life. ജീവിതത്തിന്റെ ഗോവണിപ്പിൽ കടന്നു പോകുമ്പം ഒരു മനുഷ്യൻ വളരെ ഉറച്ച കൈവയ്പുകളുടെ ആയിരിക്കണം. തീർത്തും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി പേഴ്സിസ്റ്റൻസ്, ആ സ്ഥിരത. ഒരു കാര്യം നമ്മൾ നെവർ സേ ഡൈ ആപ്റ്റിറ്റ്യൂഡ്, അതായത് മരിച്ചാലും പിന്നോട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകണമെന്നാണ് കവി ഇവിടെ പറയുന്നത്. സ്റ്റെയർ വേ ഓഫ് ലൈഫ്, ജീവിതത്തിന് ഗോവണി പറയുന്നത്. ബട്ട് ഡോണ്ട് എവർ തിങ്ക് ഓഫ് ഗിവിംഗ് അപ്പ് ഈവൻ ഇഫ് ദ ഒബ്സ്റ്റക്കിൾസ് ആർ ഹാർഷ്. ഒബ്സ്റ്റക്കിൾസ് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ വളരെയധികം ദുരിതപൂർണമായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഡോണ്ട് എവർ തിങ്ക് ഓഫ് ഗിവിംഗ് അപ്പ്. ഗിവ് അപ്പ്, അതായത് ഇല്ല ഇതെല്ലാം കളഞ്ഞിട്ട് പോവുകയാണ്, ആ ഒരു ചിന്തയേ പാടില്ല. ഇഫ് ദ ഒബ്സ്റ്റക്കിൾസ് ആർ ഹാർഷ്, തടസ്സങ്ങൾ എത്ര പരുഷമായാലും. മൂവ് ഓൺ വിത്ത് പേഷ്യൻസ് ആൻഡ് റെസിലിയൻസ്. വളരെ ക്ഷമയോടുകൂടിയും വളരെയധികം റെസിലിയൻസോടുകൂടിയും ഒക്കെ വേണം മുന്നോട്ട് ഇനി പോകാൻ. The poet uses an extended metaphor, dialect and imagery to convey the theme that life is difficult and one has to work hard and be persistent to face the challenges of life. ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടണമെങ്കിൽ വളരെയധികം ഒരു പേഴ്സിസ്റ്റന്റ് ആയിരിക്കണം. അത് വളരെ ദൃഢനിശ്ചയം വേണം. അതേപോലെ തന്നെ ലൈഫ് ഈസ് വളരെ ഡിഫിക്കൽട്ടാണ് ആൻഡ് വൺ ഹാസ് ടു വർക്ക് ഹാർഡ്. ഒരാൾക്ക് അതിന് കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ആൻഡ് ബി പേഴ്സിസ്റ്റന്റ്, അത് വളരെ സ്ഥിരത പുലർത്തണം. ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിടണമെങ്കിൽ. പിന്നെ അതേപോലെ സ്റ്റെയർ വേ ഈസ് യൂസ്ഡ് ആസ്
appropriate metaphor to describe the wisdom. അപ്പം അപ്രോപ്രിയേറ്റ് മെറ്റാഫറായിട്ട് വളരെ അനുയോജ്യമായ ഒരു രൂപകം പോലെ സ്റ്റെയർവേ എന്ന വാക്കുകൂടെ കൊടുത്തിരിക്കുന്നു. ഇതിനു വേണ്ടി ഡിസ്ക്രൈബ് ദ വിസ്ഡം ദ മദർ ഈസ് ട്രൈങ് ടു ഇമ്പാർട്ട് ടു ഹിസ് ഹെർ സൺ. തൻ്റെ മകന് വേണ്ടി നൽകുന്ന ആ അനുഭവങ്ങളും അറിവും ഒക്കെ തന്നെ ഒരു അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെറ്റാഫറായിട്ടും ഇവിടെ മെറ്റാഫർ എന്ന പൊയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിരിക്കുന്നു. ദ മദർ ഈസ് ട്രൈങ് ടു ഇമ്പാർട്ട് ടു ഹെർ സൺ. ഷീ അഡ്വൈസസ് ഹെർ സൺ നോട്ട് ടു ഗീവ് അപ്പ്. ഒരിക്കലും പിന്തിരിയരുത് എന്ന് അഡ്വൈസ് ചെയ്യുകയാണ് തൻ്റെ മകനെ അവർ. ഓർ സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് ഈവൻ ഇഫ് ഹി ഫൈൻഡ്സ് ഇറ്റ് ഗോയിങ് ഡിഫിക്കൽട്ട്. മുന്നോട്ട് പോകുമ്പോൾ ഓരോ പടികൾ കയറി ഇറങ്ങുമ്പോഴും അത് ബുദ്ധിമുട്ടേറിയതായിരിക്കും, പക്ഷേ ഒന്നും ഒരിക്കലും തിരിച്ച് വരരുത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടരുത്, അല്ലാതെ പിന്നോട്ട് പോകരുത്. ഷീ വാണ്ട്സ് ഹിം ടു ലേൺ ഫ്രം ഹെർ പെർസീവറൻസ്. അത് അദ്ദേഹം അവൾ തൻ്റെ മകനെ, പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, അതായത് കഠിനാധ്വാനം തന്നെയാണ് അവിടെ. പെർസീവറൻസ് നെവർ ഗോസ് ഇൻ വെയിൻ. കഠിനാധ്വാനം ഒരിക്കലും പാഴാതില്ല. അപ്പോൾ അവർ നൽകിയ അവർ ജീവിതത്തിൽ ഉയരാൻ വേണ്ടി അവർ കൈക്കൊണ്ട ആ പെർസീവറൻസ്, കഠിനാധ്വാനം എന്ന് പറയുന്നത് ആ മോൻ മനസ്സിലാക്കുവാൻ വേണ്ടി അവന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കവിതയിലൂടെ, അതും സംഭാഷണത്തിൻ്റെ രൂപത്തിലുള്ള ഈ കവിതയിലൂടെ. So I think all of you like this video. If the channel is not yet subscribed, first you subscribe this channel and then click the bell icon so that you will get all the notifications when I make a video for you. And don't forget to like the video. So we will meet in the next video. Till then, bye bye.